പഠിക്കാനും കൊള്ളില്ല, പണിക്കും പോവില്ല. ഒരു ഉപകാരമില്ലാത്ത രണ്ടെണ്ണം. ഏത് നേരം നോക്കിയാലും ആ മൊബൈലും കുത്തിക്കൊണ്ടിരുന്നോളും. എന്താ മാതാശ്രീ, കലിപ്പാണോ? എന്ത് ദാ മുഖം പിടിച്ച് ഞാൻ ദോശക്കല്ല് വരയ്ക്കും. ആ മനുഷ്യനുള്ളോണ്ടാ ഈ വീട് കഴിഞ്ഞു പോകുന്നത്. അത് നിനക്കറിയോ? எங்க வேணாலும் அடிச்சுக்க ஆனா പോയിക്കോ ഇപ്പൊ കിട്ടും. பர்சனாலிட்டி போயிரும்ல. இப்ப மட்டும் என்ன வாழுதா? നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് ആയിക്കോട്ടെ എൻ്റെ അമ്മ. എന്നും രാവിലെ ഈ ദോശയും പിന്നെ അതിൻ്റെ കൂടെ കുറെ ബഹളവും. ആ ദോശക്കല്ലിൽ എന്റെ മുഖം പിടിച്ച് അമർത്തുന്നല്ലേ അറിയാം. അപ്ഡേറ്റ് ആവേണ്ടതേ ഞാനല്ല, നിങ്ങളാ. കൊറേ കാലായി രണ്ടാളൊരു പണിക്ക് പോകാതെ ഇവിടെ തന്നെ ഇരിക്കല്ലേ. അമ്മേ, എന്റെ ഒരു സ്റ്റാൻഡേർഡിന് പറ്റിയ കമ്പനി ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ. ആ അവസാനം ഇരുന്നിരുന്ന് വേറെ ഇറങ്ങും. ആ മനുഷ്യനുള്ളതുകൊണ്ടാണ് ഈ വീട് മുന്നോട്ട് പോകുന്നതെന്നല്ലേ അമ്മ പറഞ്ഞേ. അതും അറിയാം. ഓ, രണ്ടിനോടും പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഉളുപ്പില്ലാണ്ടായി. ஏன்டா அப்படி வயசுக்கு வந்த பிள்ளைக்கு சடங்கு சுத்துற மாதிரி சுத்துறீங்க? நில்லுங்கடா. அடிக்கிறாண்டா அடிச்சு போட்டு. നിനക്ക് കാണാനല്ലേ, പിന്നെ എന്തിനാണ് അത് തുറന്നു വെച്ചേക്കുന്നേ? അതെ, ഞാൻ എന്ത് ചെയ്യണം താൻ പറയേണ്ട ആവശ്യമില്ല. പറയൂടാ, എക്സാമും തോറ്റ് സപ്ലി അടിച്ച് വീട്ടിലിരിക്കുന്ന നിന്നോട് ഞാൻ പറയും. ഓ പിന്നെ, താൻ പഠിച്ച് പാസ്സായി പണി കിട്ടി ആ പൈസക്കല്ലേ ഈ വീട്ടിലത്തെ ചെലവൊക്കെ നോക്കുന്നത്. തനിക്ക് ജോലി ഇട്ടാ തന്നെ ഫ്രസ്ട്രേഷൻ എന്റെ അടുത്ത് തീർക്കുന്നതല്ലേ. നിന്നെ ഞാൻ അമലിന്റെ വീടല്ലേ? അമലിന്റെ മാത്രല്ല എന്റെയും കൂടിയാ. ഞാൻ അമൽ. എന്താ കാര്യം? അമലിന് രജിസ്റ്ററിന്റെ This is to inform you. അമ്മേ, ആ എന്താടാ? ഓ, നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാൻ ഇവിടെ ഇരുന്ന് വേറെ ഇറങ്ങുന്നല്ലേ. നീ എന്താടാ പറഞ്ഞേ? എനിക്ക് ജോലി കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്നല്ലേ. എന്നാ കേട്ടോ, കിട്ടിയടാ കിട്ടി. എനിക്കും ജോലി കിട്ടി. അതും ഇവിടെയൊന്നുമല്ല, അങ്ങ് UK-ല്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് നഗ്ന സത്യം പറയാനുണ്ട്. നിന്റെ സത്യം ഒന്നും ഇവിടെ ആർക്കും വേണ്ടടാ. താൻ പോടോ. അമ്മേ, ഞാൻ UK പഠിക്കാൻ പോവാ. എനിക്ക് അഡ്മിഷൻ ഒക്കെ ശരിയായി. ഇവിടെ എടുത്ത കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് പുതിയ അഡ്മിഷൻ, അതും UK-ല്. ആരോ പറഞ്ഞ ഉടായ്പ വിശ്വസിച്ച് നടക്കാമേ മണ്ടൻ. അങ്ങനെയാണെങ്കിൽ ഇവന് ജോലി കിട്ടിയതും ഉടായ്പാണ്. കേട്ടില്ല അമ്മേ, ഇവൻ എനിക്ക് ജോലി കിട്ടിയതിന്റെ അസൂയ. അമ്മേ, ഉടായ്പൊന്നുമല്ല. ഇവന് ജോലി കിട്ടിയ അതേ ഇഗ്നൈറ്റ് വഴിയാണ് എനിക്കും അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞടോ, താൻ ഇഗ്നൈറ്റ് വഴി ജോലിക്ക് ശ്രമിച്ചോക്കെ. അമ്മേ, ഇഗ്നൈറ്റിനെ വിശ്വസിക്കാം. അതുകൊണ്ട് മാത്രം ഇവനൊക്കെ ജോലി കിട്ടിയോ. ഇവൻ ഇവിടെ ജോലിയില്ലാതിരുന്ന 2 കൊല്ലം കൊണ്ട് ഞാൻ ഇഗ്നൈറ്റ് വഴി പുറത്തുപോയി പഠിച്ച് ജോലി നേടും. അതിനുവേണ്ട എല്ലാ സൗകര്യവും ഇഗ്നൈറ്റ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ആ, അപ്പൊ നീ അവിടെ എനിക്ക് സമാധാനം തരില്ല അല്ലേ? ഇനിയുള്ള യുദ്ധം അങ്ങ് UK-ല്. പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ലക്ഷ്യം വിദേശമാണെങ്കിൽ മാർഗം ഇഗ്നൈറ്റ് ആണ്. Ignite, where spark becomes future.